പ്രതിഷേധങ്ങൾക്കിടയിൽ നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി സ്ഥലം തൽക്കാലം തുറക്കേണ്ടെന്ന് തീരുമാനം. കല്ലറ തൽക്കാലം തുറക്കില്ലെന്നും കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. കല്ലറ തുറക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. കല്ലറ തുറന്നു പരിശോധിക്കാൻ കളക്ടർ അനുകുമാരി രാവിലെയാണ് ഉത്തരവിട്ടത്. സമാധി സ്ഥലം എന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ കുടുംബാംഗങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു. ചില നാട്ടുകാരും ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ഇതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥയായി. വീട്ടുകാരെ സ്ഥലത്ത് നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി. കുടുംബാംഗങ്ങളെ വീടിനുള്ളിലേക്ക് മാറ്റി പോലീസ് കാവൽ നിന്നു. കല്ലറ തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ ആവർത്തിച്ചു പറഞ്ഞത്. കല്ലറയ്ക്ക് മുൻപിലിരുന്ന് കുടുംബാംഗങ്ങൾ നീക്കം തടയാൻ ശ്രമിച്ചു. പോലീസുകാരോടും അധികൃതരോടും കുടുംബാംഗങ്ങൾ തട്ടിക്കയറുകയും ചെയ്തു. പോലീസിനെ കൂടാതെ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കിക്കൊണ്ടാണ് ഗോപൻ സ്വാമിയുടെ ഭാര്യയും 2 മക്കളും മരുമകളും പ്രതിഷേധിച്ചത്. ഓം നമഃശിവായ വിളികളുമായാണ് മാതാവ് പ്രതിഷേധിച്ചത്. ഇവരെ ബലപ്രയോഗത്തിലൂടെ തന്നെ പോലീസ് ഇടപെട്ട് വീട്ടിലേക്ക് മാറ്റിയിരുന്നു. സബ് കളക്ടർ ആൽഫ്രഡിന്റെ സാന്നിധ്യത്തിലായിരുന്നു തുറന്നു പരിശോധിക്കാൻ സ്ഥലത്തെത്തിയത്. വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം പോലീസ് പൂർത്തിയാക്കിയിരുന്നു. വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. സമാധി പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം. സബ് കളക്ടറുമായി സംസാരിച്ചെങ്കിലും ഇവർ പ്രതിഷേധിക്കുകയായിരുന്നു. നിലവിൽ നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ്. സമാധി തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം. ഭർത്താവ് സമാധിയായതാണെന്നും സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്നും ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന പറഞ്ഞു. ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ബന്ധുക്കൾ ആരും പരാതി നൽകിയിട്ടില്ല. ഭർത്താവ് കിടപ്പുരോഗിയായിരുന്നില്ല, നടക്കാൻ കഴിയുമായിരുന്നു. സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ രാജസേനനും പ്രതികരിച്ചു. ഗോപൻ സ്വാമി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്നുപോയി കല്ലറയിലിരുന്ന് സമാധിയായെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. എന്നാൽ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നും വ്യാഴാഴ്ച രാവിലെ പോയി കണ്ടിരുന്നുവെന്നുമാണ് അടുത്ത ബന്ധുവിന്റെ മൊഴി. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് മുന്നിലുള്ളത്. അപായപ്പെടുത്തിയെന്ന് സംശയിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതോടെയാണ് മിസ്സിംഗ് പരാതി രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഗോപൻ സ്വാമിയെ മക്കൾ സമാധിയിരുത്തി അടക്കിയ കോൺക്രീറ്റ് അറയാണ് പോലീസ് പൊളിക്കാൻ നീക്കം നടത്തുന്നത്. സമാധി പൊളിച്ചവിടെ ഗോപൻ സ്വാമിയുടെ മൃതദേഹമുണ്ടോ എന്ന് പരിശോധിക്കും. തുടർന്ന് മൃതദേഹമുണ്ടെങ്കിൽ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. അത് പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികതകൾ ഉണ്ടെങ്കിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. മണിയൻ എന്ന ഗോപൻ സ്വാമി സമാധിയായതിനെ തുടർന്ന് പത്മപീഠത്തിലിരുത്തി കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചെന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി. മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹത ആരോപിച്ച് പോലീസിനെ സമീപിച്ചത്. ഗോപൻ സ്വാമി വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂജ ഗോപൻ സ്വാമിയാണ് ചെയ്തിരുന്നത്. കുറച്ചു മാസങ്ങളായി ഗോപൻ സ്വാമി ചികിത്സയെ തുടർന്ന് കിടപ്പിലാണ്. ഗോപൻ സ്വാമി വർഷങ്ങൾക്ക് മുൻപേ വീട്ടുവളപ്പിൽ സമാധിയിടം നിർമ്മിച്ചിരുന്നു. ഇതിനകത്ത് പത്മപീഠവും നിർമ്മിച്ചു. മരിച്ചാൽ തന്നെ പത്മപീഠത്തിലിരുത്തി സമാധിയിരുത്തണമെന്ന് മക്കളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നതായാണ് അവർ പോലീസിനോട് മൊഴി നൽകിയത്. ഇതെല്ലാം ചില നാട്ടുകാരും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ മരിക്കും മുമ്പ് തന്നെ സമാധിയിരുത്തിയെന്നാണ് നാട്ടുകാരുടെ സംശയം. ഗോപൻ സ്വാമി മരിച്ച ശേഷം സമാധി സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടതാണോ അതോ മരിക്കുന്നതിന് മുമ്പ് സ്ലാബിട്ട് മൂടിയതാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.